സലീം കുമാറിന്റെ ഒരു പടത്തിൽ പറഞ്ഞ പോലെ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. കുറെ സാമ്പാർ കഷ്ണങ്ങളായി ഇവിടെയുള്ള കലാകാരന്മാർ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയിൽ പല സിനിമാ രംഗത്തും കലാരംഗത്തും ഒക്കെയുള്ള വിവാദങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. കലയ്ക്ക് അതിർത്തികളില്ല എന്നാണ് പറയപ്പെടുന്നത്. കാരണം കലാകാരന്മാർ എവിടെയും എപ്പോഴും പോയി അവരുടെ കലാ പ്രകടനങ്ങൾ നടത്താറുണ്ട്. ഇവിടെ ഇപ്പോഴത്തെ പുതിയ വിവാദം എന്താണെന്ന് വെച്ചാൽ, ദിൽജിത്ത് എന്ന് പറയുന്ന ഒരു പഞ്ചാബി ആക്ടർ ഉണ്ട്, പാട്ടുകാരനൊക്കെയാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ ഇൻസ്റ്റയിലും സ്പോട്ടിഫൈയിലും ഒക്കെ വൈറലാണ്. ഒരുപാട് പാട്ടുകൾ അല്ലെങ്കിൽ ആൽബങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ദിൽജിത്ത്. ഒരു പാകിസ്ഥാനി നടിയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചു. അദ്ദേഹത്തിന്റെ സർദാർ G3 എന്ന് പറയുന്ന ഒരു പടത്തിൽ നായികയായി വന്നത് ഒരു പാകിസ്ഥാനി നടിയാണ്, ഹാനിയ. ഇതിനെതിരെ FWICE എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, ഫെഡറേഷൻ ഓഫ് വെസ്റ്റ് ഇന്ത്യ സിനി എംപ്ലോയി എന്ന് പറഞ്ഞിട്ട്. ഏതാണ്ട് 5 ലക്ഷത്തോളം ആളുകളെയൊക്കെ ഈ ബോളിവുഡ് അടക്കമുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്, സാങ്കേതിക വിദഗ്ധരുടെ. പാകിസ്ഥാൻ നടിയെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചതിന് FWICE പ്രസിഡന്റ് BN തിവാരി അഭിപ്രായപ്പെട്ടത് അപമാനകരമായ നടപടി എന്നാണ്. ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രമുഖരായ പലരും വന്നിട്ടുണ്ട്. അതിൽ പ്രമുഖരാണ് നസറുദ്ദീൻ ഷാ. നസറുദ്ദീൻ ഷാ അദ്ദേഹത്തിന്റെ FB പേജിൽ ഒരു പോസ്റ്റ് ഇട്ടു. വാട്ട് ദി സ്കൂൾസ് വാണ്ട്സ് ടു പുട്ട് an end personal interaction between the people of India and Pakistan. Go to Kailas if you want that. അതായത് കൈലാസത്തിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു. ഇതിനെതിരെ കലാകാരന്മാർക്കെതിരെ അല്ലെങ്കിൽ ഈ അതിർത്തികൾ ഇന്ത്യ പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ് അതിർത്തി നിശ്ചയിച്ചുകൊണ്ട് ഇതിനെ തടയുന്നവർക്കെതിരെ നിങ്ങൾ കൈലാസത്തിൽ പോകൂ എന്നുള്ള ഒരു കമന്റ് ഇട്ടു. ഫേസ്ബുക്ക് അത് ഡിലീറ്റ് ചെയ്തു കളഞ്ഞു എന്നാണ് നസറുദ്ദീൻ ഷാ പറയുന്നത്. അങ്ങനെ ഇപ്പോ ദിൽജിത്ത് അഭിനയിക്കുന്ന പുതിയ പടത്തിൽ ബോർഡർ 2-ൽ അങ്ങേരെ അഭിനയിപ്പിക്കരുത് എന്നാണ് ഇപ്പോ ഈ FWICE പറയുന്നത്. ഈ ദിൽജിത്തിന്റെ സിനിമകൾ അല്ലെങ്കിൽ മ്യൂസിക്കുകൾ ഒക്കെ യൂട്യൂബിൽ നിന്നും അതുപോലെ സ്പോട്ടിഫൈയിൽ നിന്നും OTTയിൽ നിന്നുമൊക്കെ നീക്കണമെന്നൊക്കെയാണ് എതിർ വിഭാഗം ഇപ്പോൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ സർദാർ G3 എന്ന് ടാഗ് ചെയ്തുകൊണ്ട് ദിൽജിത്ത് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിനെ അനുകൂലിച്ച് ഒരുപാട് പേർ വന്നു. പിന്നീട് ബോയ്ക്കോട്ട് സർദാർ G3 എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ടാഗ് ലൈൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ക്യാമ്പയിൻ നടന്നു. അതും വൈറലായിരുന്നു. ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പലരും വന്നിട്ടുണ്ട്. അജയ് ദീപകൻ അനുകൂലിച്ചാണ് വന്നത്. മെക്ക സിംഗ് എന്ന് പറയുന്ന പാട്ടുകാരൻ പ്രതികൂലിച്ചാണ് വന്നത്. രാഷ്ട്രീയ രംഗത്തുള്ള ഒരുപാട് BJPക്കാരൊക്കെ, മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരൊന്നുമില്ല, BJPയിൽപ്പെട്ട പ്രമുഖരൊക്കെ ദിൽജിത്തിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. നസറുദ്ദീൻ ഷായും അതുപോലെ ദിൽജിത്തും ഒക്കെ ഇപ്പോ രാജ്യദ്രോഹികളാണ്. പലർക്കും പോർവിളികളും കമന്റുകളുമാണിപ്പോ. ഒരേ ഒരു കാരണം, ഒരു കലാകാരിയെ കൊണ്ടുവന്ന് ഇന്ത്യയിൽ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചു. മുമ്പൊക്കെ അത്